മൂന്നാറിലെ ജനവാസ മേഖലയിൽ വന്യജീവി ആക്രമണം തുടരുകയാണ്. മൂന്നാർ ലോക്കാട് എസ്റ്റേറ്റിൽ വന്യജീവി ആക്രമണത്തിൽ ഒരു പശു ചത്തു. പ്രദേശവാസിയായ കണ്ണന്റെ പശുവിനെയാണ് വന്യജീവി കൊലപ്പെടുത്തിയത്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പുലിയുടെയും കടുവയുടെയും ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്ന സംഭവം ആവർത്തിക്കുന്നു. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വളർത്തുമൃഗങ്ങൾക്ക് നേരെ വന്യജീവി ആക്രമണം തുടർക്കഥയാവുകയാണ്. വേനൽ കനത്തതോടെ കാടിറങ്ങുന്ന വന്യജീവികൾ മേയാൻ വിടുന്ന പശുക്കളെയാണ് അധികമായി കൊലപ്പെടുത്തുന്നത്. മൂന്നാർ ലാക്കാട് എസ്റ്റേറ്റിൽ വന്യജീവി ആക്രമണത്തിൽ പശു ചത്തതാണ് ഒടുവിലത്തെ സംഭവം. പ്രദേശവാസിയായ കണ്ണന്റെ പശുവിനെയാണ് വന്യജീവി കൊലപ്പെടുത്തിയത്. റോഡരികിൽ തന്നെയായിരുന്നു പശുവിന്റെ ജഡം കണ്ടെത്തിയത്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പുലിയുടെയും കടുവയുടെയും ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യം ആളുകളിലും വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. നൂറുകണക്കിന് പശുക്കളാണ് ഇതുവരെ തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതിലൂടെ തൊഴിലാളികൾക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നതിനൊപ്പം അധിക വരുമാനം കണ്ടെത്താനുള്ള കുടുംബങ്ങളുടെ മാർഗവും വഴിയടയുകയാണ്. വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന വനംവകുപ്പ് ആവർത്തിക്കുമ്പോഴും വന്യജീവി ആക്രമണം മുൻകാലങ്ങളിലേതുപോലെ തന്നെ തുടരുന്നുവെന്നാണ് തൊഴിലാളി കുടുംബങ്ങളുടെ പരാതി. സമാന രീതിയിൽ ഇനിയും വളർത്തുമൃഗങ്ങൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുമോ എന്ന ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നു. സിറ്റി വിഷൻ, മൂന്നാർ.